ഹലോ ആർട്ടിസ്റ്റ്, എങ്ങനെ നമുക്ക് റെഗുലറായിട്ട് ഓൺലൈനിലൂടെ ആർട്ട് വർക്കുകൾ എടുക്കാം എന്നുള്ളതിൻ്റെ 30 സ്റ്റെപ്സ് 30 റീൽസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് റീൽ നമ്പർ 3, നിഷ് സെലക്ഷൻ. നോർമലി നമ്മൾ പല തരത്തിലുള്ള ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ടായിരിക്കും, പല രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കും, ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏതിലെങ്കിലും ഒരു ആർട്ട് വർക്കിൽ ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആർട്ട് വർക്കുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാനും എല്ലാം ചെയ്യുന്നതാണ്, പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില ഏരിയാസ് എനിക്കും ഉണ്ടായിരിക്കും. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. നോർമലി എല്ലാ രീതിയിലുള്ള ആർട്ട് വർക്കുകളും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആർട്ട് വർക്കുകളും തന്നുകൊണ്ട് ഒത്തിരി വർക്കുകൾ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കാം. പക്ഷേ മാർക്കറ്റ് സ്റ്റഡീസിൽ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്പെസിഫിക് കാര്യത്തിൽ, സ്പെസിഫിക് മീഡിയത്തിൽ എക്സ്പെർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കുള്ള സാധ്യതകൾ കൂടുകയാണെന്നുള്ളതാണ്. നോർമലി നമ്മളൊരു ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് ജനറൽ ഡോക്ടേഴ്സ് ഒത്തിരി ഉണ്ടായിരിക്കും അല്ലേ? സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഡിമാൻഡ് എപ്പോഴും കൂടുതലായിരിക്കും. സോ അത്തരത്തിലുള്ള ഒരു നിഷ് ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ശ്രമിക്കുക. നമ്മുടെ ഒരു പോസ്റ്റ് ചെയ്യാണ്ട് അതുപോലെ ആർട്ട് വർക്കുകൾ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒത്തിരി വർക്കുകൾ കാണുന്ന സമയത്ത് കൺഫേം ആക്കാനുള്ള സാധ്യത വളരെ